പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീഡിയോ സ്ക്രിപ്റ്റാണ് ശ്രീനാരായണ ഗുരുകൃപ BEd കോളേജിലെ 2ാം സെമസ്റ്റർ ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥികൾ സേവ് എനർജി ടേൺ ഓഫ് ദി ലൈറ്റ്സ് എന്ന വിഷയത്തിലാണ് വീഡിയോ സ്ക്രിപ്റ്റ് ചിത്രീകരിച്ചിരിക്കുന്നത്. വൈദ്യുതി സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത സമൂഹത്തിൽ വളർത്തിയെടുക്കുക, പ്രത്യേകിച്ച് അത് കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നാം ഈ വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹലോ, കറണ്ട് ബില്ല് തരണം. ഈ മാസം കറണ്ട് ബില്ല് കുറച്ച് കൂടുതലാണല്ലോ. ഇവിടെ വല്ല പണി നടന്ന കുറച്ച് കൂടുതലാണ്. നീ ആവശ്യമില്ലാതെ ലൈറ്റും ഫാനും ഓൺ ചെയ്തിട്ടല്ലേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇവിടെ LED ഉണ്ടാ? ഇല്ല. ഞാൻ ഒരെണ്ണം തരാം LED. നിങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കാൻ വരുമ്പോഴേ എൻ്റെ പൈസ അവിടെ അടച്ചത് ഞാൻ ബുക്കിൽ എഴുതിയിരിക്കാം. അവിടെ പറഞ്ഞാൽ മതി, ഞാൻ തന്നെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ അവിടെ പൈസ അടക്കുന്നത് ഉപയോഗിച്ചു നോക്ക്. നല്ലോണം കുറവുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ ഇതൊക്കെ തന്നെ ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ശരി. ശരി. ആളില്ലേ? കറണ്ട് ബില്ല് അടയ്ക്കാൻ വേണ്ടി അമ്മ വിളിക്കും. അമ്മ ടീച്ചറെ ഇപ്പം കുറവുണ്ട്. ഞാൻ പറഞ്ഞ LED ബൾബ് ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ അവിടെ ഇത് തന്നെ കുറഞ്ഞു. ഞങ്ങൾ LED ബൾബ് ഉപയോഗിച്ചിട്ട് കുറഞ്ഞു. എല്ലാവർക്കും പറയണം കേട്ടോ. നമ്മളെ ഇവിടെ വന്നാൽ മതി, കിട്ടും. ശരി, പോട്ടെ. അത് ഞാൻ ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ വീട്ടിൽ 1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ മുന്നേ നല്ല കറണ്ട് ബില്ലായിരുന്നു. ഇന്ന് രാവിലെ വന്നപ്പോൾ മീറ്റർ റീഡിംഗുകാർ വന്നിട്ട് പറഞ്ഞ് കറണ്ട് ബില്ല് കുറവാണ്. ഞാൻ സത്യം ഞെട്ടിപ്പോയി. കാരണം LED ബൾബ് യൂസ് ചെയ്തതിന് ശേഷമാണ് കറണ്ട് ബില്ല് കുറവായി കണ്ടത്. നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ കറണ്ട് ബില്ല് കൂടുതലാണോ കുറവാണോ? ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും വീട്ടിൽ നോക്കണം കറണ്ട് ബില്ല് കൂടുതലാണോ എന്താണ് അത് നോക്കണം. എൻ്റെ വീട്ടിലിപ്പോൾ അത്യാവശ്യം കുറവാണ്. കാരണം ഞാൻ പോയി LED ബൾബൊക്കെ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടോ. കഴിഞ്ഞ മാസത്തിനേക്കാൾ നല്ല ഡിഫറൻസ് ഉണ്ട് ഈ മാസം. എന്തായാലും നിങ്ങൾ വീട്ടിൽ ചെന്ന് കറണ്ട് ബില്ല് എടുത്ത് നോക്കുക. കറണ്ട് ബില്ല് ഉണ്ടോ എന്ന് ഈ മാസത്തെ ഇല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസത്തിൽ ഇല്ലായിട്ട് ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കറണ്ട് ബില്ല് ആർക്കും കൂടുതലാണ്, കൂടിയാൽ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കറണ്ട് ബില്ല് കൊണ്ടുവരും. ഈ മാസം ഇല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ ആയാലും മതി കേട്ടോ. ശരി. പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ട്? എന്താണ് പറഞ്ഞത്? എന്താ? കറണ്ട് ബില്ല് എല്ലാവരും കറണ്ട് ബില്ല് കൊണ്ടുവന്നോ? അപ്പൊ അതിലൊന്ന് പേരെഴുതോ. കറണ്ട് ബില്ലിലൊന്ന് പേരെഴുതോ. സഹായം കളക്ട് ചെയ്യും. അപ്പൊ കറണ്ട് ബില്ല് കൂടുതലുള്ള കുറച്ച് 2 പേരുണ്ട്. വിന്നി, എന്താ കറണ്ട് ബില്ല് കൂടുതലാണല്ലോ? എല്ലാ മാസവും ഇങ്ങനെയാണോ? വീട്ടിൽ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? AC ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഇൻഡക്ഷൻ കുക്കറുണ്ട്, മിക്സി. അവിടെയോ? എൻ്റെ വീട്ടിലുണ്ട് ടീച്ചർ. AC ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. എല്ലാ മാസവും ഇങ്ങനെയാണോ കറണ്ട് ബില്ല്? ഏകദേശം ഇതൊക്കെ തന്നെയാണ്. ഗോപിക, ഗീതു, ഇവർ 2 പേരുടെ കറണ്ട് ബില്ല് ഇച്ചിരി കുറവാണ്. എന്തുകൊണ്ടാണ്? വീട്ടിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക്കൽ ഐറ്റംസ്, ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും അങ്ങനെ വീട്ടിലധികം ഇല്ല. അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ല്. വാഷിംഗ് മെഷീൻ
ഇല്ല അതുകൊണ്ട് തന്നെ കമ്പനി കുറഞ്ഞാണ് എല്ലാ മാസവും വരാറുള്ളത്. അവിടെ ആ കഴിഞ്ഞാൽ LED വാങ്ങാൻ കാരണം ബില്ലടക്കാൻ വേണ്ടിയോ അവിടെ നിന്ന് പറഞ്ഞായിരുന്നു LED ഉപയോഗിച്ചാൽ കുറയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി 2 മാസം ഉപയോഗിക്കുന്നുണ്ട്. 2 മാസം മുന്നേ എത്രയാണ് കറണ്ട് ബില്ല്? കുറച്ചുകൂടി കൂടുതലായിരുന്നു, 500-ന് മുകളിലേക്ക് വരുന്നത്. എന്നാലും ഒരുപാട് കൂടുതലല്ല, 500-നൊക്കെ വരും. കുറച്ച് കുറവ് ഉപയോഗിച്ച് കുറച്ച് കുറവ്. ഇവിടെ KCB പോയി മേടിച്ചാണോ? അവിടെ കാണിച്ചു. സഹം എന്തൊക്കെ ഉപയോഗിക്കുന്നത് വീട്ടിൽ? വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. AC ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്. പക്ഷേ ലൈറ്റൊക്കെ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫ് ചെയ്യും. ഒരാഴ്ചത്തേക്ക് ചെടികളുടെ വെച്ച് തേച്ച് വെക്കും. AC തണുത്ത് വെക്കുന്നത് ഏതെങ്കിലും തണുപ്പായിട്ട് AC ഓഫ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ഗീതുവിന്റെ വീട്ടിൽ LED ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ സാറയുടെ വീട്ടിൽ വീട്ടിൽ LED ഇല്ല, CFL ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. എന്നാലും ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. ഉപയോഗിക്കുന്നത്. അവിടെയോ? വീട്ടിൽ മിക്സിയുണ്ട്, ഫ്രിഡ്ജുണ്ട്, അത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. പിന്നെ ഫാൻ ലൈറ്റ് വയ്ക്കേണ്ടതും ആവശ്യം കഴിഞ്ഞാൽ അയൺ ബോക്സ് എല്ലാ ദിവസവും ഇല്ല, ഉപയോഗിക്കാം? എല്ലാ ദിവസവും ഉപയോഗിക്കാം. ആഴ്ചയിൽ ഒരു ദിവസം. അപ്പൊ കുറച്ച് പേർക്ക് എന്താണ് കറണ്ട് ബില്ല് കൂടുതലാണ്, 2 പേർക്ക് കറണ്ട് ബില്ല് കുറവ്, പിന്നെ കുറച്ച് പേരുടെ കറണ്ട് ബില്ല് എന്താണ് ആവശ്യത്തിന് വേണ്ടി പേർക്ക് കറണ്ട് ബില്ല് കുറവ്, പിന്നെ കുറച്ച് പേരുടെ കറണ്ട് ബില്ല് എന്താണ് ആവശ്യത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്തോളൂ, അവർ കറണ്ട് യൂസ് ചെയ്തോളൂ അല്ലെ. ഇവരുടെ 2 പേര് എന്താണ് LED ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെ അവിടെ എന്താണ് കറണ്ട് ബില്ല് കുറവ്. ഇവിടെ 2 പേരും ആവശ്യത്തിന് വേണ്ടി മാത്രമേ കറണ്ട് യൂസ് ചെയ്തുള്ളൂ. അനാവശ്യമായിട്ട് ഫാനോ ലൈറ്റോ ഒക്കെ കിടന്ന് അത് ഓഫ് ചെയ്യും അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ അനാവശ്യമായിട്ട് കറണ്ട് ഉപയോഗിക്കാൻ പാടില്ല, ആവശ്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, LED ബൾബ് യൂസ് ചെയ്യണം. LED ബൾബ് യൂസ് ചെയ്യുമ്പോൾ ഒരുവിധം വരെ നമുക്ക് കറണ്ട് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റും. അപ്പം വീട്ടിൽ ചെന്ന് എല്ലാവരും ചെന്ന് പറയണം, കറണ്ട് ബില്ല് അടയ്ക്കാൻ പോകുമ്പോൾ KCBയിൽ LED-യുടെ ബൾബ് ചോദിക്കാം, അല്ലെങ്കിൽ കടയിൽ കിട്ടുക LED ബൾബ് യൂസ് ചെയ്യാം. യൂസ് ചെയ്തതിന് ശേഷം 1 മാസം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്നും കൂടെ കറണ്ട് ബില്ല് എടുത്ത് നോക്കാം. നന്നായി ഒരു വേരിയേഷൻ ഉണ്ടെന്ന് ഗീതു പറഞ്ഞു. അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ അങ്ങനെ. അപ്പൊ LED എല്ലാവരും വാങ്ങിക്കാം, യൂസ് ചെയ്യാം. 1 മാസം കഴിഞ്ഞ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് ബില്ല് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം. കറണ്ട് ബില്ല് കുറവോ ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ കേട്ടോ. ചെയ്യാലോ. ഒരാൾ വന്നില്ലല്ലോ ഇന്ന്, എന്ത് പറ്റി? നിങ്ങളുടെ വീട്ടിൽ പിന്നീട് കറണ്ട് ബില്ല് വന്നായിരുന്നോ? വേരിയേഷൻ വല്ലതും ഉണ്ടോ? കഴിഞ്ഞ മാസം നോക്കിയിട്ട് എന്താണ് കറണ്ട് ബില്ല് കൂടുതലായ 2 പേരുണ്ടായിരുന്നു. ഞാൻ ആരൊക്കെയായിരുന്നു? ടീച്ചർ. ഇപ്പൊ എങ്ങനെയുണ്ട് കറണ്ട് ബില്ല് നോക്കിയപ്പോ? നല്ല കുറവാണ്. LED ബൾബ് മാത്രം യൂസ് ചെയ്തിട്ടാണോ കറണ്ട് കുറവായത്? നല്ല ടീച്ചർ വീട്ടിലൊക്കെ ആവശ്യമുള്ള ലൈറ്റ് ഒക്കെ ഇടുമായിരുന്നു, പിന്നെ അതൊക്കെ ഓഫ് ചെയ്തൊക്കെ ഇപ്പൊ നല്ല വേരിയേഷൻ സംഭവിച്ചു. വലിയ വേരിയേഷൻ വന്നില്ലെങ്കിലും അത്യാവശ്യം വേരിയേഷൻ വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ കാലത്ത് എനർജി യൂസ് ചെയ്ത് വളരെ കൂടുതലാണ് എല്ലാവരും അല്ലെ. അപ്പൊ ഇനി വരുന്ന തലമുറയ്ക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ എനർജിയൊക്കെ അവർക്ക് വേണം. അപ്പൊ നമ്മൾ അത് സേവ് ചെയ്യണം. ഇലക്ട്രിസിറ്റി ഒക്കെ എന്ത് ചെയ്യണം, സേവ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ ആവശ്യത്തിന് എന്ത് ചെയ്യാവും, ഇലക്ട്രിസിറ്റി ഒക്കെ യൂസ് ചെയ്യാവും. അലക്ഷ്യമായിട്ട് ഫാനും ലൈറ്റും ഒക്കെ ഇട്ടിരുന്ന് കണ്ടാൽ എന്ത് ചെയ്യണം, ഓഫ് ചെയ്യണം. LED ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ടിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും ഒരു പരിധി വരെ. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയൊക്കെ നമ്മുടെ കൂടെ ശ്രദ്ധ വേണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, LED യൂസ് ചെയ്യാം. പിന്നെ വീട്ടിലെ മറ്റു ആൾക്കാരോടൊക്കെ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കുക. അലക്ഷ്യമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ലൈറ്റും ഫാനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും.